നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാനോളം പ്രതീക്ഷകളുമായാണ് ICC T20 ലോകകപ്പിനു വേണ്ടി സൂര്യകുമാർ യാദവിന് കീഴിൽ ടീം ഇന്ത്യ കച്ചമുറുക്കുന്നത്. 2024 കഴിഞ്ഞ T20 ലോകകപ്പ് നേട്ടത്തിനു ശേഷം സ്കൈയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു പരമ്പര പോലും തോൽക്കാതെയാണ് ടീമിന്റെ കുതിപ്പ്. ഇതിനിടെ കഴിഞ്ഞ വർഷം ഏഷ്യാ കപ്പും സ്വന്തമാക്കുകയും ചെയ്തു. T20 ലോക 1-ാം നമ്പർ ടീമെന്ന പദവിയിൽ നിൽക്കവെയാണ് ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യ ഇറങ്ങുക. സമീപകാല പ്രകടനങ്ങളും ടൂർണമെന്റ് നാട്ടിലാണെന്നതുമെല്ലാം ഇന്ത്യയുടെ പ്രതീക്ഷകളും ഇരട്ടിയാക്കുന്നു. പക്ഷേ തുടർച്ചയായ 2-ാം ലോക കിരീടമെന്ന ഇന്ത്യയുടെ മോഹം നടന്നേക്കില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളറിയാം. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന 2 താരങ്ങളാണ് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും സൂപ്പർ പേസറായ ജസ്പ്രീത് ബുംറയും. ഇരുവർക്കും പകരം വയ്ക്കാവുന്ന മറ്റാരും തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോഴില്ലെന്നും ഉറപ്പിച്ചു പറയാം. പക്ഷേ ഹാർദിക്കിന്റെയും ബുംറയുടെയും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് വിടാതെ തുടരുന്ന പരിക്കുകളാണ്. ഇത് കാരണം ഒരുപാട് മത്സരങ്ങളും 2 പേർക്കും നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ ഏഷ്യാകപ്പിനിടെ അവസാന ഘട്ടത്തിൽ ഹാർദിക്കിന് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ഫൈനൽ ഉൾപ്പെടെ നഷ്ടമാവുകയും ചെയ്തു. 20 ടീമുകൾ അണിനിരക്കുന്ന ദൈർഘ്യമേറിയ ടൂർണമെന്റാണ് ഇത്തവണത്തേത്. തുടർച്ചയായി മത്സരങ്ങൾ ബുംറയ്ക്കും ഹാർദിക്കിനും പരിക്കുകളേൽക്കാനുള്ള സാധ്യതകളും വർദ്ധിപ്പിച്ചേക്കും. അതുകൊണ്ടുതന്നെ ടൂർണമെന്റിൽ 2 പേരെയും ഇന്ത്യ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും ആവശ്യമാണ്. ചെറിയ ടീമുകൾക്കെതിരായ അപ്രസക്തമായ മത്സരങ്ങളിൽ ബ്രേക്ക് നൽകുന്നതാവും നല്ലത്. പരിക്കേറ്റ് 2-ലൊരാളോ അതോ 2 പേരുമോ ടൂർണമെന്റിനിടെ പിന്മാറിയാൽ അത് ഇന്ത്യയ്ക്കു വലിയ ക്ഷീണമായി മാറും. ടീമിന്റെ കിരീട സാധ്യതകളെയും ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. കൂടാതെ പരിക്ക് ഭേദമായി ലോകകപ്പിലൂടെ തിരിച്ചെത്തുന്ന തിലക് വർമ്മയുടെ ഫോമിന്റെയും ഫിറ്റ്നസിന്റെയുമെല്ലാം കാര്യത്തിൽ സംശയവും നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഇഷാൻ കിഷനും തമ്മിൽ ഇപ്പോൾ പോരുമുറുകയാണ്. ഇത് കോച്ച് ഗൗതം ഗംഭീറിനെയും ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ലോകകപ്പിൽ തന്റെ ഓപ്പണിംഗ് കോമ്പിനേഷനെക്കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും വ്യക്തതയില്ലെന്നതാണ് സത്യം. ന്യൂസിലാൻഡുമായുള്ള T20 പരമ്പരയില് സഞ്ജു ഫോം കണ്ടെത്താനാവാതെ വലയുകയാണ്. എന്നാൽ ഇഷാനാവട്ടെ മികച്ച ഫോമിലും ബാറ്റ് ചെയ്യുന്നു. 11-ലെ സ്ഥാനത്തിനായി സഞ്ജുവും ഇഷാനും തമ്മിലുള്ള മത്സരം ടീം ബാലൻസിനെയും ബാധിക്കാനിടയുണ്ട്. ഇത് ടൂർണമെന്റില് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയേക്കുകയും ചെയ്യും. T20 ഇന്ത്യൻ ടീം ഇപ്പോൾ പിന്തുടരുന്നത് അമിത അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് ശൈലിയാണ്. വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നാലും ഈ സമീപനത്തിൽ നിന്നും പിന്നോട്ടു പോവാതെ തുടർന്ന് ക്രീസിലെത്തുന്നവരും ഇതേ ശൈലി തന്നെ തുടരുന്നതായി കാണാം. എന്നാൽ ഈ അഗ്രസീവ് സമീപനം കാരണം T20 ലോകകപ്പിൽ ഇന്ത്യക്ക് പണികിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങളിൽ ഈ രീതി വിജയിക്കണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗ് സമീപനം മാറ്റേണ്ടതായും വരും. ഇന്ത്യൻ ടീം ഇതിന് തയ്യാറായില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ നേരിടേണ്ടിയും വന്നേക്കും. വിക്കറ്റുകൾ പൊഴിയുമ്പോഴും കണ്ണും പൂട്ടി അടിക്കുന്നത് എല്ലാ പിച്ചുകളിലും വിജയിക്കില്ല. പ്രത്യേകിച്ച് ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ സാഹചര്യം മനസ്സിലാക്കി കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ വില നൽകേണ്ടിവരും. ഗംഭീറിന്റെ ഈ തന്ത്രം പാളുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.